എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം മനപ്പൊരുത്തത്തിൻ്റെ പ്രാധാന്യമാണ്. പ്രണയിക്കുന്നവരൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രണയം പറയാതെ ഒരേ ചിന്താഗതിയോടുകൂടി നടക്കുന്നവരൊക്കെ ഈ ഭൂമിയിൽ ധാരാളം ഉണ്ടാകും. അപ്പോൾ അതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ജ്യോതിഷപരമായിട്ട് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതാണ് ഈ ശ്ലോകത്തിലൂടെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. ബൃഹത് ദൈവജ്ഞ രഞ്ജനം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലെ അർച്ചിതം വചനം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അത് ശ്ലോകമാണ് നിങ്ങളിതിൽ കാണുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എത്ര നല്ല ലക്ഷണങ്ങളുണ്ടായാലും എത്ര നല്ല പൊരുത്തം ഉണ്ടായാലും പരസ്പരം ഇഷ്ടപ്പെടാത്ത ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ ഈ ഗുണങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. ലോക ബഹുമാനവും നല്ല വാക്കും ഉയർന്ന ആശയവും പൂർണ്ണമായ സുഖവും നല്ല അനുഭവവും മനോഹരമായ ശരീരമുണ്ടെങ്കിലും മനസ്സ് പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അതായത് മനസ്സ് അകൽച്ചയോടെ പുറംതിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത്യാദി ഗുണങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല വിവാഹ ജീവിതത്തിൽ. അതുകൊണ്ടാണ് മനപ്പൊരുത്തം ഏറെ പ്രാധാന്യം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നത്. എല്ലാ പൊരുത്തങ്ങളിലൂടെയും ഒരു ജ്യോതിഷി അല്ലെ ജ്യോത്സ്യർ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം യോജനീയമായ സ്വഭാവത്തോടു കൂടിയവരാണോ? രണ്ട്, സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തിൽ ഭാവി ദുരന്തങ്ങളോ, അതായത് വൈധവ്യം അല്ലെങ്കിൽ ഡൈവോഴ്സ് പോലെയുള്ള ദുരന്തങ്ങളോ ദുരിത അനുഭവങ്ങളോ വിധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുമാണ് ജാതകത്തിലൂടെ മുഖ്യമായിട്ടും നോക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം യോജനീയമായ സ്വഭാവത്തോട് കൂടിയവരാണോ എന്നതാണ് ചിന്തിക്കുന്നത് ആദ്യമേ. അതായത് ഒരു വ്യക്തിയെ കണ്ട് ഇപ്പം പ്രണയങ്ങൾ ഒരു പരിധിവരെ പൊളിയുന്നതിൻ്റെ കാരണം എന്താ? സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുന്നു, അതായത് നല്ല ഡ്രസ്സോട് കൂടി നല്ല സൗന്ദര്യത്തോടു കൂടിയാണ് 90% സ്ത്രീ പുരുഷന്മാർ പ്രണയിക്കുന്നവർ കാണുന്നത്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വെച്ച് കാണുന്നു. സാമ്പത്തിക അവസ്ഥ, ചിലപ്പോൾ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും തുല്യമായിട്ടൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ അവനെടുക്കുന്നു അവളെടുക്കുന്നു, ആരും ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ ബാക്കി പത്രം ദാമ്പത്തിക ജീവിതത്തിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കടം വാങ്ങിച്ചുകൊണ്ടായിരിക്കും ആ പുരുഷനോ സ്ത്രീയോ തൻ്റെ പ്രണയെ കാണാൻ വരുന്നത്. അതേസമയം കുടുംബജീവിതത്തിൽ എത്ര കാലം കടം വാങ്ങിച്ച് ജീവിക്കുവാൻ കഴിയും? അപ്പോൾ ജാതകത്തിൽ അദ്ദേഹത്തിൻ്റെ 10ാം ഭാവം ചിന്തിക്കും. അതുപോലെ തന്നെ ഗൂഢമായ സ്വഭാവ വൈകൃതങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഉദാഹരണത്തിന് 7ാം ഭാവത്തിൽ ചൊവ്വയുള്ള ഒരു പുരുഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ രതിവൈകൃതങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ബന്ധപ്പെടുന്ന സ്വഭാവ വൈകൃതങ്ങൾ ഈ 7ാം ഭാവത്തിൽ ചൊവ്വയുള്ളവർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വൈകൃതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ വിഷയങ്ങളുണ്ടാകുമോ? സാമ്പത്തിക വിഷയം, പിന്നെ സന്താനം ഇത്യാദി കാര്യങ്ങളെല്ലാം നോക്കും. അതാണ് ജ്യോതിഷി എപ്പോഴും ജാതകം കൊണ്ട് ചിന്തിക്കുന്നത്. നമുക്ക് ശശാങ്കശാരഥീയം എന്ന് പറയുന്ന ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ഒന്ന് നോക്കാം. ഭാഗ്യവതിയോട് ഗുണവാനായ പുരുഷനെ യോജിപ്പിക്കുന്നതിന് പ്രയാസമില്ല. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടി പോകുന്ന വള്ളത്തിന് കയറ്റുപായയുടെ സഹായമെന്തിന്? അത് വലിയൊരു പോയിൻ്റാണ്. ഗുണവാനായ പുരുഷൻ ഭാഗ്യവതിയായ കന്യകയെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. പൗരുഷ സഹായത്തോടെ സുഖദുഃഖങ്ങളിൽ അടിപതറാതെ തൻ്റെ മനസ്സ് പറയുന്ന മാർഗത്തിലൂടെ മാത്രം ഗുണവാനായ പുരുഷൻ മുന്നേറുന്നു. ആകയാൽ വിമർശനാത്മകമായ ത്യാജഗ്രാഹ്യ വിവേചന ശക്തിയുള്ള തൻ്റെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നു അയാൾ. തനിക്കെന്തുകൊണ്ടും യോജിച്ചവളും മനപ്പൊരുത്തമുള്ളവളുമായ കന്യകയെ മാത്രം തേടുന്നു. ശൗശീല്യാദി ഗുണസാമർഥ്യങ്ങളാൽ ഭാഗ്യവതിയായ സ്ത്രീയും ഇത്തരം പുരുഷനും തമ്മിൽ യോജിപ്പിക്കുന്നതിന് പൊരുത്തചിന്തയുടെ ആവശ്യമെന്തിന്? ഇതാണ് പോയിൻ്റ്.
ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് പൊരുത്തചിന്തയുടെ ആവശ്യം. അതിൽ പറയുന്ന ഗുണവതിയല്ലാത്ത കന്യക എന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യനും ഒരേപോലെ ആകണമെന്നില്ല. ഗുണവാനുമുണ്ട്, ഗുണവതി അല്ലാത്തവരുമുണ്ട്. അതായത് തനിക്ക് കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാർ, ലഗ്നാധിപൻ ദുസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിത്വം കുറവായിരിക്കും. അതുപോലെ തന്നെ ഗുണവാനല്ലാത്ത പുരുഷൻ, സ്വയം അടിയുറച്ച് വിശ്വസിക്കത്തക്ക ബുദ്ധി സാമർഥ്യം ഇല്ലാത്തവർ, അതാണ് കോൺഫിഡൻസ് കുറവ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. സുഖദുഃഖങ്ങളുടെ കുത്തൊഴുക്കിൽ വളരെ പെട്ടെന്ന് അടിപതറാൻ സാധ്യതയുള്ളവർ, അതായത് പണം കിട്ടുമ്പോൾ അത് ദൂർത്തടിച്ച് ചിലവാക്കുകയും ദുഃഖം വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ കപ്പാസിറ്റി ഇല്ലാത്തവരും, ഭാവി ഫലങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്ക് മാത്രമേ പൊരുത്തചിന്തയുടെ ആവശ്യകതയുള്ളൂ. ജ്യോതിശാസ്ത്ര വിദഗ്ധനും വേണ്ട പോലെ സാമർഥ്യം, സദ്വൃത്തിയും സത്യനിഷ്ഠയും വിനയവും വേദാധ്യായന ശീലവും അഹോരാത്ര സ്വരൂപമായ കാലത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനവും ഊഹാപോഹപടുവും ഋഷിപ്രോക്തമായ ഫലങ്ങളിൽ വിശ്വസിക്കുന്നവനുമായ ദൈവജ്ഞൻ ഇവർക്കായി ഗുണദോഷ വിചിന്തനം ചെയ്ത് യോഗ്യരായവരെ യോജിപ്പിക്കുന്നു. ഇതാണ് പൊരുത്തചിന്തയുടെ രഹസ്യം. ഇത്രയും പറയാൻ കാരണം, എപ്പോഴും വിമർശനം ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പ്രണയിക്കുന്നവർ നടത്തുന്നുണ്ട്. ഇനി നിങ്ങളുടെ ജാതകം നോക്കാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി അതല്ല ജാതകരചന, പൊരുത്തചിന്ത ഇത്യാദികൾ എന്തിനാണേലും, എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.